നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി DC യുണൈറ്റഡിനെതിരെ 2-1 വിജയിച്ച് കയറിയല്ലോ. മെസ്സിയും റോദ്രിഗോ ഡിബോളും ഗോളടിച്ചു. ആ കളി കാണാൻ വേണ്ടി എത്തിയ ആരാധകരുടെ ഒരു ബാഹുല്യം നോക്കണം. തീർച്ചയായിട്ടും അമേരിക്കയിൽ സോക്കറിനെ, അവർ ഫുട്ബോളിനെ സോക്കർ എന്നാ പറയുക, സോക്കറിനെ ജനകീയമാക്കുന്നതിൽ ലയണൽ മെസ്സി വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത്. ഹവർ മഷറാനോ കളിക്ക് ശേഷം പറയുന്ന വാക്കുകൾ നോക്കുക. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഞങ്ങളുടെ ടീം സ്വയം ഒരുപാട് മുന്നോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ മത്സരങ്ങളിലും ഏറ്റവും മികച്ച രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കണം. സ്റ്റേഡിയങ്ങൾ നിറയുകയാണ്. ഫുട്ബോൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഫുട്ബോൾ കൂടുതൽ കൂടുതൽ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻ ദാറ്റ് സെൻസ് ലിയോയുടെ അറൈവലുണ്ടല്ലോ ഈ അമേരിക്കൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഒരു ഡിസിസീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്, അതിനിർണായകമായ ഘടകം തന്നെയാണ്. അപ്പോൾ ഇത് അദ്ദേഹം പറയാനുള്ള കാരണം കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കണം. ഒരു ക്രൈസി സ്റ്റാറ്റ്സ് ആണ്. ഇന്ന് നടന്ന മത്സരത്തിന് 72,026 ആരാധകരാണ് എമാൻറ്റി ബാങ്ക് സ്റ്റേഡിയത്തിലെത്തിയത് എന്ന് പറയുന്നതൊരു പുതിയ റെക്കോർഡാണ്. ആ വെന്യൂവിലെ സ്പോർട്സ് അറ്റൻഡൻസ്, ഫുട്ബോളല്ല, സ്പോർട്സ് അറ്റൻഡൻസിൻ്റെ കണക്ക് തന്നെ പുതിയ ഒരു റെക്കോർഡാണ്. ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന വലിയ ജനബാഹുല്യത്തിൻ്റെ കണക്ക് 71,547 പേര്. അത് NFL ടീമിൻ്റെ ബാൽറ്റിമോർ റവൻസിൻ്റെ സ്റ്റേഡിയത്തിൽ അവരുടെ കളി കാണാൻ വേണ്ടി എത്തിയ കണക്കാണ് 71,547. എന്നാൽ ലിയോ മെസ്സിയുടെ കളി കാണാൻ വേണ്ടി 72,026 ആളുകൾ എത്തുകയും ചെയ്തു. എമാൻറ്റി ബാങ്ക് സ്റ്റേഡിയത്തിൽ അതൊരു പുത്തൻ റെക്കോർഡാണ്. യെസ്, മെസ്സി USA ഫുട്ബോളിൻ്റെ തലവര മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ എത്താം.